ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ലോജിക് പ്രോഗ്രാമിംഗ്. ലോജിക് പ്രോഗ്രാമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ C++ലെ ആംസ്ട്രോങ് നമ്പേഴ്സിൻ്റെ പ്രോഗ്രാമാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു നമ്പറിൻ്റെ ഡിജിറ്റിൻ്റെ ക്യൂബ്സുകൾ തമ്മിൽ ആഡ് ചെയ്തതാണ് ആംസ്ട്രോങ് നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 153, 1ൻ്റെ ക്യൂബ് പ്ലസ് 5ൻ്റെ ക്യൂബ് പ്ലസ് 3യുടെ ക്യൂബ് ആഡ് ചെയ്തതായിരിക്കും 153. അങ്ങനെയുള്ള നമ്പേഴ്സിനെ കണ്ടെത്താനുള്ള പ്രോഗ്രാമാണ് ആംസ്ട്രോങ് നമ്പർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് പോവാം. ഞാനിവിടെ ടർബോ C++ ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യം എന്ത് പ്രോഗ്രാമാണ് എന്നുള്ളത് സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. Okay, Armstrong number. Then hash include iostream dot h. Then hash include conio dot h. നമ്മുടെ സാധാരണ നമ്മൾ ആഡ് ചെയ്യാറുള്ള രണ്ട് ഹെഡർ ഫയൽസും ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ void main, നമ്മുടെ മെയിൻ ഫങ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, CLR SSCR നമ്മുടെ ക്ലിയർ സ്ക്രീൻ ഫങ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ റിട്ടേൺ ഒന്നും ചെയ്യണില്ല കേട്ടോ, അതുകൊണ്ടാണ് void main എന്ന് കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മളിനി കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റ് നം a, sum equal to 0, temp. ഇവിടെ നമ്പർ സ്റ്റോർ ചെയ്യാനാണ് നം എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ നമ്പറിൻ്റെ ഒരു കോപ്പി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളും ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്ക്രീനിൽ ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് cout enter the നമ്പർ നമുക്ക് എൻ്റർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് cout ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ cin നം, ആ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ നമ്മൾ നം എന്ന് പറയുന്ന വേരിയബിളിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. ദെൻ ടെമ്പ് ഈക്വൽ ടു നം, ആ നമ്പറിൻ്റെ ഒരു കോപ്പി നമ്മൾ ആദ്യം എടുത്ത് വെക്കണം. ആംസ്ട്രോങ് നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ കോപ്പി എടുത്തിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്. കിട്ടിയ റിസൾട്ടും അതും ഈക്വൽ ആണോ എന്ന് നോക്കണ്ടേ. ഇനി നമ്മളിത് വൈൽ ലൂപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നം ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് വരെ നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കും. ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ a ഈക്വൽ ടു നം മോഡുലസ് 10, അതായത് ഫസ്റ്റ് അതിൻ്റെ റിമൈൻഡർ a എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. നമ്പറിനെ നമ്മൾ 10 കൊണ്ട് മോഡുലസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് സം ഈക്വൽ ടു സം പ്ലസ് ബ്രാക്കറ്റിൽ a ഇൻറ്റു a ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നടക്കാൻ പോകുന്ന സ്റ്റെപ്പ് എയുടെ മൾട്ടിപ്ലിക്കേഷനാണ്, 3 തവണയുള്ള മൾട്ടിപ്ലിക്കേഷൻ. അത് കഴിഞ്ഞതിന് ശേഷം സം ആഡ് ചെയ്യും, എന്നിട്ട് സമ്മിൽ സ്റ്റോർ ചെയ്യും. ദെൻ നം ഈക്വൽ ടു നൺ ബൈ 10. ഈ 3 വരിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ നം ഈക്വൽ ടു നം ബൈ 10 ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് കിട്ടും. ഇത് ഇങ്ങനെ 0-നേക്കാളും ഗ്രേറ്റർ ആവുന്നത് വരെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഇഫ് കണ്ടീഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് ടെമ്പ് ഈക്വൽ ടു സം, അതായത് അതിനോട് സമ്മിനോട് ടെമ്പ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ cout ആംസ്ട്രോങ് നമ്പർ. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ടെമ്പിൽ വെച്ച നമ്പറും നമുക്ക് കിട്ടിയ സമ്മും ഈക്വൽ ആണ്, അല്ലെങ്കിൽ 153 തന്നെ ടെമ്പിലും അല്ലെങ്കിൽ സമ്മിലും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആംസ്ട്രോങ് നമ്പറാണ്. എൽസ് cout നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ. നമ്മളിതിന് മുന്നേ ഉള്ള ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ പറഞ്ഞ സമയത്ത് ഇതേപോലത്തെ സ്റ്റെപ്പുകൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് റിവേഴ്സിലൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ get ഫങ്ഷനൊക്കെ കൊടുത്തു. ഇനി നമുക്ക് കമ്പൈൽ ചെയ്യണം, റൺ ചെയ്യണം. ഓക്കെ, നമ്മളിനെ
കമ്പൈൽ ചെയ്തു, എററുകളൊന്നുമില്ല. ദെൻ ഇനി നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്, എൻ്റർ ദി നമ്പർ. അപ്പോൾ നമ്മൾ 126 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നത് നോട്ട് ആൻ ആംസ്ട്രോങ് നമ്പർ എന്നാണ്. അത് ആംസ്ട്രോങ് നമ്പർ അല്ല. ദെൻ നമുക്കിനി ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കണം. ഓക്കെ, എൻ്റർ ദ നമ്പർ. ഇപ്പോൾ ഇവിടെ 371 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതൊരു ആംസ്ട്രോങ് നമ്പർ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്തായാലും എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഔട്ട്പുട്ട് കിട്ടണില്ലെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ കാണുക. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.